2024 ഓഗസ്റ്റ് 2 11:20 ഇപ്പോൾ സമയം. ഇവിടെ പാലായില് മഴവെള്ളം റോഡിലൊക്കെ കയറിയ വെള്ളപ്പൊക്കമൊക്കെ ഒന്ന് കുറഞ്ഞു വരികയാണ്. വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. എന്നാലും ചെറിയ വാഹനങ്ങൾ ഓട്ടോറിക്ഷ ഒക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്. എല്ലാം തിരിച്ചു പോവുകയാണ്. ഇവിടെ കടകളിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി. ബസ് സ്റ്റാൻഡിനകത്ത്, ഈ കാണുന്ന ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡിനകത്ത് നന്നായിട്ട് ബസ് സ്റ്റാൻഡിനകത്ത് വെള്ളം ഇപ്പോഴും ഉണ്ട്. സ്റ്റാൻഡിനകം എല്ലാം വെള്ളത്തിലാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള പരിസരത്തുള്ള കടകളിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ഞായറാഴ്ച ആയതുകൊണ്ട് ചില കടകളൊക്കെ ക്ലീനിങ് നടക്കുന്നു. അപ്പോൾ പരിസരമൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ആണ്. ഒരു ചെറിയ മഴയുടെ സാധ്യത കാണിക്കുന്നുണ്ട്. എന്നാലും താഴോട്ടുള്ള വെള്ളമൊക്കെ ഇറങ്ങിയ സാഹചര്യത്തിൽ തൽക്കാലം വെള്ളം ഇറങ്ങുമെന്നാണ് വിചാരിക്കുന്നത്. എങ്കിലും ഒരു വൈകുന്നേരത്തേക്ക് 4 മണിയോടുകൂടിയൊക്കെ റോഡ് കാലിയായി കിട്ടുമെന്ന് വിചാരിക്കുന്നു. വൈദ്യുതി ബന്ധം എല്ലായിടത്തും വിച്ഛേദിച്ചിരിക്കുകയാണ്. ഇതുപോലെ ഇവിടെയുള്ള സെല്ലാറ്, കടകളുടെ എല്ലാ സെല്ലാറ്, പാർക്കിംഗ് ഏരിയയൊക്കെയാണ് ഈ കാണുന്നത്. പൂർണ്ണമായിട്ടും വെള്ളത്തിനടിയിലായ ഭാഗമുണ്ട്. അങ്ങനെ ഒരു ഇതുവരെ തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു. പക്ഷെ വീണ്ടും മൂടിക്കെട്ടി വരുന്നു. ഈ സാഹചര്യത്തിൽ പാലായിലെ ഇപ്പോഴത്തെ വെള്ളത്തിന്റെ വെള്ളപ്പൊക്കത്തിന്റെ ഒരു ഭാഗമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെല്ലാവരിലേക്കും എത്തിക്കുന്നത്. പാലാ കൊട്ടാരംപറ്റത്ത് നിന്ന് പാലാ മുനിസിപ്പൽ വാർഡ് കൌൺസിലറാണ്, 24ാം വാർഡ് കൌൺസിലർ ബിജു മാത്യൂസ്. നിങ്ങൾക്ക് വിവരങ്ങൾ തത്സമയം അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്യുന്നേ.